ചങ്ങായി ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളെ സംഘികളും ക്രിസംഖികളും കൂടിയിട്ടുണ്ടല്ലോ ഒരു വീഡിയോ എടുത്തുകൊണ്ടതിന്റെ ഈരാറ്റുപേട്ടന മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് സുനിൽ മോഹൻ എന്ന പേരിൽ ഒരു ക്രിസംഖി ഉണ്ടല്ലോ ഈരാറ്റുപേട്ടയിൽ വെച്ച് എന്നെ മുസ്ലിങ്ങളെ ആക്രമിച്ചെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് രണ്ട് മുസ്ലിം കുട്ടികൾ ഓടിച്ച സ്കൂട്ടി കാരണം തന്റെ കാർ ആക്സിഡന്റ് ആയി അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളൊക്കെ കൂടി ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. സത്യം പറഞ്ഞതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഈ ചങ്ങായിന്റെ ഭാര്യയായിരുന്നു കാർ ഓടിച്ചത്. ഭാര്യക്ക് കാർ ഓടിക്കാൻ അറിയില്ലായിരുന്നു. പെട്ടെന്ന് സ്കൂട്ടി ഉണ്ടല്ല മുന്നത്തെ സ്കൂട്ടി ഒന്ന് തിരിഞ്ഞപ്പം ഭാര്യ പേടിച്ച് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ആ ബ്രേക്ക് ചവിട്ടിയപ്പോ പിന്നിൽ വന്ന വേറൊരു വാഹനം എന്താക്കി ഇവരുടെ കാറിനെ ഇടിച്ച്. ഇതായിരുന്നു ആകെ നടന്ന സംഭവം. ഇതിന്റെ പേരിൽ അവിടെ ഒരു വഴക്ക് നടന്നപ്പം ഇയാളുടെ ഭാര്യനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ക്രിസംഖി പറഞ്ഞൊരു പച്ചക്കള്ളാണ് ഈ കഥ. പക്ഷെ ഈ വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഈ വീഡിയോ ഇയാൾ ഇട്ടപാട് ഇതിന്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്തത് ആരൊക്കെയാണെന്ന് അറിയാം. നമ്മളെ കാസയും പിന്നെ സംഘപരിവാറിന്റെ പ്രമുഖ ഹാൻഡിലുകളുമാണ് ഈ വീഡിയോ ഉണ്ടല്ലോ ഒരേ സമയം ഷെയർ ചെയ്തത്. അതിന്റെ കൂടെ വേറൊരാള് നമ്മളെ മറുനാടൻ ഷാജൻ ഉണ്ടല്ല ഒരേ സമയം ഈ വീഡിയോ ഉണ്ടല്ല എടുത്ത് റിയാക്ട് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ചങ്ങ ആ വീഡിയോ ഇട്ട് അതേ സമയത്ത് ഇത്രയും ആൾക്കാർ ഒരേ സമയം ഷെയർ ചെയ്യണമെങ്കിൽ ഒരേ സമയം റിയാക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ പിന്നിൽ നല്ല ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ സുനിൽ മോഹൻ ക്രിസംഖി ഈ ചങ്ങനെ ക്രിസംഖി എന്ന് ഞാൻ എന്തുകൊണ്ട് വിളിക്കുന്ന വെച്ചെങ്കിൽ അതിന് തെളിവുണ്ടില്ല. ഞാൻ ഈ വീഡിയോക്ക് ശേഷം കാണിച്ചു തരട്ടാ. നമുക്ക് എന്തായാലും ഈ സുനിൽ മോഹൻ ക്രിസംഖി പറഞ്ഞ പച്ചക്കള്ളം എന്ന് കേട്ടിട്ട് വരാം ആദ്യം. ഇപ്പം നിലവിൽ വാഗമണിയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴി ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് വെച്ചാണ്. ഈരാറ്റുപേട്ട സ്ഥലത്ത് വെച്ച് എന്റെ വൈഫാണ് വണ്ടി ഓടിച്ചത്. ഈ വണ്ടിയാണ് ഓടിച്ചിരുന്നത്. ഈ വണ്ടിയുടെ ബാക്കിൽ വന്ന് മറ്റൊരു വണ്ടി ഇടിക്കുകയുണ്ടായി. ഇരിക്കാനുള്ള കാറെന്ന് വെച്ചാൽ ഒരു കൊച്ചു പിള്ളേർ ഒരു 14 വയസ്സ് 15 വയസ്സുള്ള രണ്ട് പിള്ളേർ ഒരു ആക്റ്റീവായി ഹെൽമെറ്റ് വെക്കാതെ യാതൊരു സുരക്ഷയില്ലാതെ വണ്ടി ചവിട്ടി നിർത്തി വെട്ടി തിരിച്ചു. അവരെ ഇടിപ്പിക്കാതിരിക്കാൻ വേണ്ടി സഡൻ ബ്രേക്ക് ചെയ്തൊന്നും നടന്നു. ആക്സിഡന്റായി വണ്ടി അവിടെ എടുത്തുകൊണ്ട് പോയ ശേഷം നമുക്ക് യാതൊരു പരീക്ഷയും കിട്ടാത്ത രീതിയിൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ വന്നിട്ട് ഏതോ ഒരു ഞാൻ പറഞ്ഞാൽ ക്ഷമിക്കണം എന്നോട് മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞ് താക്കോൽ വരാൻ പാടില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ. കാരണം പോലീസ് വരട്ടെ സ്റ്റേഷനിൽ പറയും ഈരാറ്റുപേട്ട സ്റ്റേഷൻ പോലീസ് വരട്ടെ പോലീസ് വന്നിട്ട് വണ്ടി എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ അവരതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അവരെ സംബന്ധിച്ച് നോക്കിയാൽ നീ ആരാണ് എന്റെ ഫോട്ടോ എടുക്കാൻ നീ ആരാ വീഡിയോ എടുക്കാൻ ആ ഒരു ആർജവും തന്റെ ഇടവും. കാരണം നമുക്ക് പരീക്ഷ പോലീസിൽ മാത്രമേ ഉള്ളൂ. ഈ പോലീസ് വരണ്ടേ. നമ്മൾ ഈ പിള്ളേർ ഓടിച്ചുകൊണ്ട് പോയ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും റെക്കോർഡിംഗ് ക്യാമറ ഉണ്ട്. അത് തെളിവായിട്ട് ആൾ കൊടുക്കണമെങ്കിൽ എന്ത് മാർഗം എന്ന് വെച്ചാൽ തെളിവ് ഇതേ ഉള്ളൂ. കാരണം എനിക്കൊരു നുണ പറയാൻ പറ്റില്ല. കാരണം അത് തെളിയിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളോട് നിൽക്കണം. അപ്പോൾ അവരുടെ വണ്ടിയുടെ താക്കോൽ ഞാൻ ഊരി വെച്ചെന്ന് പറയാൻ ശരിയാണ്. എന്നെ തല്ലിയില്ലെന്നല്ലാതെ ബാക്കി എല്ലാ കാര്യം മോശമായിട്ട് ബിഹേവ് ചെയ്ത് വളരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത മോശം വാക്കുകൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വന്ന് മാറാൻ നോക്കുമ്പോൾ തന്നെ ഈ പിള്ളേരെ അവർ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടി പിടിക്കുന്നു. ഈ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം സേഫ് ആക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ മാത്രം. അതായത് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് തെറ്റ് പറഞ്ഞാണ്. ആ പിള്ളേരെ തെറ്റാണ് പിള്ളേരെ തെറ്റ്. അത് ചോദിക്കാൻ പിള്ളേരെ ഒഴിവാക്കാൻ ശ്രമിക്കണം. പിള്ളേരെ ഒഴിവാക്കി വിട്ടു. പോലീസ് വരുന്നതിന് പിള്ളേരെ ഒഴിവാക്കി വിട്ടു. പിന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോഴാണെങ്കിലും ഈ തടയുകയെന്ന് പറഞ്ഞാലാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ രീതിയിലൊക്കെ ഉള്ളൂ ട്രീറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള പോലീസിന്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈരാറ്റുപേട്ട സ്റ്റേഷന്റെ വാതിലാണ്. ഞങ്ങൾ വന്നിട്ട് ഒരു മണിക്കൂർ നേരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞാണ്. അവരെങ്ങനെ തർക്കപരിഹാരം നടത്താൻ ഇടിക്കുന്നതിന് മുമ്പവന്റെ അവർ വന്നിട്ടില്ല. ബാക്കിൽ ഇടിച്ച വണ്ടിക്കാരുണ്ട്. അദ്ദേഹത്തെ ക്ലൈം ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഇടിപ്പിച്ചേക്കുന്നത്. അദ്ദേഹം ഒരു പാവത്താനാണ്. അദ്ദേഹത്തിന് ഒരു ഡിസ്റ്റൻസിൽ ഇടിക്കാൻ പറ്റുള്ളൂ. കാരണം 20-25 കിലോമീറ്ററിനകത്ത് സ്പീഡിനകത്ത് വരുന്ന വണ്ടി സ്വാഭാവികമായിട്ട് സഡൻ ബ്രേക്ക് ചെയ്താൽ മറ്റേ വണ്ടി ഇടിച്ചു പോകും. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് നമുക്കറിയാം. കാരണം വണ്ടി ഇടിപ്പിച്ചവനല്ലേ ഞാൻ കുറ്റം പറഞ്ഞത്. ഈ ഫ്രണ്ടിൽ വന്ന വണ്ടിക്കാരനെ പറ്റി കൃത്യമായിട്ട് പിള്ളേരെ സെറ്റിനെ പറ്റി കൃത്യമായിട്ട് റെക്കോർഡ് ഉണ്ടായിട്ടും കൃത്യമായിട്ട് കാര്യങ്ങളുണ്ടായിട്ടും യാതൊരു രീതിയിലുള്ള പരിഗണനയോ യാതൊരു രീതിയിലുള്ള മര്യാദയും തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് നന്മ കിട്ടുമോ? ഞങ്ങൾക്ക് നിയമം കിട്ടുമോ? നീതി കിട്ടുമോ എന്ന് നിങ്ങൾ പറയാം. ഇത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്ലീസ് കമന്റ്. ഇയാൾ ഈ വീഡിയോ ലാസ്റ്റ് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. ഇതെന്താണ് ഇയാൾ യൂട്യൂബ് വീഡിയോ ആണ് ചെയ്യുന്നത്? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കും വന്നിട്ടുണ്ടാവുമല്ലേ? സത്യം ഇയാളുണ്ടല്ല കൃത്യമായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കുറെ കാലമായിട്ട് അത്തരം സാധനങ്ങൾക്കൊന്നും ഇയാൾക്ക് തീരെ റീച്ചില്ല. റീച്ച് പോകുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ കാണിച്ചു വിടുന്ന പുതിയ ഉടായ്പകൾ നിങ്ങൾക്ക് അറിയാലോ. അത്തരത്തിലുള്ള ഒരു ഉടായ്പ മാത്രമാണ് ഈ സംഭവം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്കൊക്കെ ഭയങ്കരമായ റീച്ച് കിട്ടുന്നും ഈ ചങ്ങായിക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് മാത്രമായി ഉണ്ടാക്കിയ ഒരു നാടകമാണ് ഈ വീഡിയോ. മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സംഖ്യക്കും ക്രിസംഖ്യക്കും വല്ലാണ്ടങ്ങ് സൂഹിക്കുമല്ലോ. അത്തരം ഒരു ഉടായ്പിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ വീഡിയോയിൽ ആദ്യം തന്നെ മതം കലർത്തിയത്. ഇയാളാണ് വീഡിയോയിൽ കൃത്യമായി മതം കലർത്തിയത്. എന്നിട്ട് ഈ ചങ്ങ ആ സംഭവത്തിൽ മതം കലർത്തിയിട്ട് ആ സംഭവം ഉണ്ടല്ല മുസ്ലിങ്ങളുടെ തല്ലിടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിസംഖ്യ നോക്കുന്നത്. ഇനി ഞാൻ ഈ ചങ്ങയെ ക്രിസംഖ്യ എന്ന് എന്തുകൊണ്ട് വിളിച്ചു എന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ ചങ്ങ കുറച്ചു കാലം മുന്നേ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണിത്. നമ്മളെ സുനിൽ മോഹൻ എന്ന ക്രിസംഖ്യ ഉണ്ടല്ല ഒരു BJP സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാനിട്ട ഒരു പോസ്റ്റാണത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ തിരക്കഥ ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഈ സുനിൽ മോഹന ഞാൻ എന്തുകൊണ്ട് ക്രിസംഖ്യ എന്ന് വിളിച്ചേനി വേറെ തെളിവൊന്നും ആയിരിക്കും വേണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ സുനിൽ മോഹന്റെ വീഡിയോയുടെ താഴെ കൃത്യമായിട്ട് വേറൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ആ സംഭവം നടക്കുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരാള്, അതായത് മുസ്ലിം ഒന്നല്ല അയാളൊരു ഹിന്ദു ആണ്. അയാൾ കൃത്യമായിട്ട് ഈ സംഭവം എന്താണെന്ന് ആ കമന്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിജിത്ത് കുമാർ എന്ന സുഹൃത്തിന്റെ
എന്നതിന്റെ പേര് ആ സുഹൃത്തുക്കളുടെ കമന്റിലെ കൃത്യമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ പരാതിക്കാരനായ ക്രിസംഗിയും ഭാര്യയും കൂടി കാർ ഓടിച്ച് വരികയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടി ഉണ്ടല്ലോ, വളവിലെത്തിയപ്പോൾ തിരിക്കാനായി മെല്ലെ ഒന്ന് സ്ലോ ചെയ്തു. അത് കണ്ടപാട് ഡ്രൈവിംഗിൽ പരിചയമില്ലാതിരുന്ന ഇവരുടെ ഭാര്യ ഉണ്ടല്ലോ, ഇയാളുടെ ഭാര്യ പെട്ടെന്ന് പരിഭ്രാന്തിയായിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ആ ബ്രേക്ക് ചവിട്ടിയപ്പോ പിന്നിൽ വന്ന വാഹനം ഉണ്ടല്ലോ ഇവരുടെ വാഹനമായി ഇടിച്ചു. ഈ സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്റെ ഭാര്യയുടെ കുറ്റം മറക്കാൻ വേണ്ടി ആ സ്കൂട്ടിയിലുള്ള പിള്ളേരില്ലേ, ആ പിള്ളേരുടെ തലയിലങ്ങ് കയറി ആ പിള്ളേരെ പൂര തെറി വിളിച്ച്. അത് മാത്രമല്ല ആ സ്കൂട്ടിന്റെ ചാവി ഉണ്ടല്ല, ചാവി ഉരുട്ടി ഇയാൾ കീശലിട്ട് വീണ്ടും ഇയാളുണ്ടല്ല തെറിവിളിയും വെല്ലുവിളിയും നടത്തി. അപ്പൊ അവിടെ കൂടിയ നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ചാവി വരുന്നത്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന്. പക്ഷെ ആ സംഭവം ഈ ക്രിസംഗിക്ക് പിടിച്ചില്ല. ക്രിസംഗിയുടെ ആ നാട്ടുകാരുടെ മേലെ കയറി അവരും തെറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ കൂടിയ നാട്ടുകാർ ഇയാളെ മേലെയും കയറി ഇയാളെയും തെറി വിളിച്ച്. ആ നാട്ടുകാരുണ്ടല്ല മൊത്തം മുസ്ലിങ്ങളായിരുന്നില്ല, അതിൽ ക്രൈസ്തവരും ഉണ്ടായിരുന്നു, ഹൈന്ദവരും ഉണ്ടായിരുന്നു. പക്ഷെ ഈ വൃത്തികെട്ട ക്രിസംഗിയുടെ ആ ആൾക്കാരെ മൊത്തം ഉണ്ടല്ല, ആ ആൾക്കാരെ മൊത്തം മുസ്ലിമാക്കി ചിത്രീകരിച്ചു. ഈ സംഭവം കൃത്യമായിട്ടുണ്ടല്ല ആ കമന്റിൽ അഭിജിത് കുമാർ എന്ന ഈരാറ്റുപേട്ടക്കാരനട്ടാ, അയാൾ വേറൊരു നാട്ടുകാരനല്ല, ആ നാട്ടുകാരെ കൃത്യമായിട്ട് ഇയാളുടെ വീഡിയോ ഇട്ട അതേ കമന്റ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അഭിജിത് കുമാറിന്റെ ഐഡി ഉണ്ടല്ല സംഖ്യകൾ പോലെ ഫേക്ക് ഐഡി അല്ല, ഒറിജിനൽ ഐഡി ആണ്, ഒറിജിനൽ ഐഡി. അതിനുശേഷം ഈ ക്രിസംഗി ഉണ്ടല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരും തട്ടിക്കയറി. പോലീസുകാർ ഈ ക്രിസംഗിയോട് പറഞ്ഞു സാധാരണ ചെറിയൊരു ആക്സിഡന്റ് ആണ് നടന്നെങ്കിൽ അതുണ്ടല്ല ഒത്തുതീർപ്പാക്കലാണ് പതിവ് എന്ന്. പക്ഷെ ഈ വേട്ടാവളിലുണ്ടല്ലോ ആ സംഭവം ഒത്തുതീർപ്പാക്കുമല്ല വേണ്ടത്. ആ സംഭവത്തിന്റെ പേരുണ്ടല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, വർഗീയത ഉണ്ടാക്കണം, ഇയാളുടെ ചാനൽ ഉണ്ടല്ല ആ ചാനലിന് റീച്ച് കൂട്ടണം. അതായിരുന്നു ഈ ക്രിസംഗിക്ക് വേണ്ടിയിരുന്നത്. അതിനുവേണ്ടി ക്രിസംഗി ഉണ്ടല്ല പരമാവധി എല്ലാ ഇടായ്പകളും കാണിച്ച്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ഈ വീട്ടിൽ ഈ ചങ്ങായി പറഞ്ഞിട്ടുണ്ട്, എന്റെ കാറിന്റെ ക്യാമറ ഉള്ള വീഡിയോ ഞാൻ കൃത്യമായിട്ട് പുറത്തിറക്കും, എല്ലാരെയും കാണിക്കുന്നു. 10-24 മണിക്കൂർ കഴിഞ്ഞ് ഇതുവരെ ഉണ്ടല്ല ആ സംഭവത്തിന്റെ മൊത്തമായിട്ടുള്ള ഈ വീഡിയോ ഉണ്ടല്ല ഇയാൾ പുറത്തു വിട്ടിട്ടില്ല. അവിടുന്ന് ഇവിടുന്ന് കട്ടാക്കിയ വീഡിയോ മാത്രമേ അയാൾ പുറത്തു വിട്ടിട്ടുള്ളൂ. അതായത് ആ വീഡിയോ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആ കുട്ടികളെ ആക്രമിക്കുന്നുണ്ടല്ല അത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ വട്ടാവളയും ക്രിസംഗിയിട്ടില്ല ആ വീഡിയോ കട്ട് ചെയ്ത് പുറത്തിറക്കിയത്. ഇനി ഉടായ്പ പങ്കെടുത്ത സംഖ്യയോടും ക്രിസംഖ്യയോടും അനക്കൊന്നേ പറയാനുള്ളൂ, ഉടായ്പ കാണിക്കുമ്പോണ്ടല്ല കുറച്ച് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം കേട്ടാ. ഒന്നാമത് വേണ്ടത് ഈ പരാതിക്കാരൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുക. അത് തന്നെയാണ് മറുനാടനോട് പറയാനുള്ളത്. ഈ ചങ്ങായി വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ അടുത്ത മണിക്കൂർ തന്നെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് വരലാട്ടാ. കാരണം ഇയാൾ ഭയങ്കരമായ റീച്ചുള്ള ഒരാളല്ല. ഇയാളുടെ വീഡിയോ തന്നെ റീച്ച് ആയത് കുറഞ്ഞത് ഒരു 10 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇയാളുടെ വീഡിയോ തന്നെ റീച്ച് ആയത്. അതുകൊണ്ട് സംഖ്യയോടും ക്രിസംഖ്യയോടും അനക്കൊന്നേ പറയാനുള്ളൂ, ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ഈ ഉടായ്പുണ്ടല്ല കുറച്ച് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾ നോക്കി ഇതിന്റെ പിന്നാലെ ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ വരും. ആ വീഡിയോയിൽ ആൾക്കാർ എന്തായിരിക്കും പറയാന്നറിയാം, ഈരാറ്റുപേട്ടയിൽ കൂടി പോകുമ്പോൾ എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിരുന്നു, ഈരാറ്റുപേട്ടയിൽ കൂടി പോകുമ്പോൾ എനിക്ക് അതുപോലെ അനുഭവം ഉണ്ടായിരുന്നു, അവിടെ മുസ്ലിം തീവ്രവാദികളാണ്, അതൊരു മിനി പാകിസ്ഥാൻ എന്ന് മറ്റ് ഒരുപാട് വീഡിയോ ഇതിന്റെ പിന്നാലെ വരും. നമ്മൾ ഈ സംഘികളെയും ക്രിസംഖ്യകളും ഉടായ്പുണ്ടല്ല എത്ര കാലമായി കാണാൻ തുടങ്ങിയിട്ട്. എന്തായാലും സംഘികളോടും ക്രിസംഖ്യയോടും എനക്കൊന്നേ പറയുള്ളൂ, നിങ്ങൾ ഈ ഉടായ്പുണ്ടല്ല ഈ ഉടായ്പും ഒത്തില്ല. എന്തായാലും ഇതിന്റെ പിന്നിൽ കളിച്ചത് പൂഞ്ഞാല രണ്ട് കക്കൂസുകളായിരിക്കും കൃത്യമായിട്ട് നമുക്കറിയാം. അവരോടും കൂടിയാ പറഞ്ഞത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ രണ്ടും 8 നിലയെ പൊട്ടും, 8 നിലയെ പൊട്ടിയാലെങ്കിലും അടങ്ങി ഒതുങ്ങി മനുഷ്യനായിട്ട് വീട്ടിൽ കഴിയണം കേട്ടോ. അപ്പൊ എന്തായാലും പുതിയ ഉടായ്പ വീഡിയോ ആയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വന്ന ആ ക്രിസംഖിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.